നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും ഗീതാമൃതത്തിലേക്ക് സുസ്വാഗതം. നമ്മള് എന്നത്തെയും പോലെ വിഘ്നങ്ങള് തടസ്സമൊന്നുമില്ലാതിരിക്കാൻ ഗണങ്ങളുടെ നാഥനായ ഗണപതി തന്നെ വിചാരിക്കണം. ആ ഒറ്റക്കൊമ്പനെ ഏകദന്തനെ നമ്മൾ സ്മരിക്കണം. എന്നും ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഓം ഗം ഗണപതയേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഭഗവാന്മാരെ കൂടെ ഉണ്ടാവാൻ എന്നാലേ എല്ലാം നടക്കൂ. നമ്മൾക്ക് ഒരു കഴിവും ഇല്ല, എല്ലാം അങ്ങയിൽ ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ചെയ്തു നോക്കൂ. ഏത് പ്രവൃത്തിയും നമുക്ക് വിജയിക്കുള്ളൂ. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അത് പറയണത്. ഇന്ന് സുപ്രസിദ്ധമായ ചോറ്റാനിക്കര മകം തൊഴലാണ്. അത് ഇന്നത്തെ ദിവസം നമുക്ക് പറയാൻ പറ്റിയില്ലേ. ദേവിയുടെ മകം തൊഴലാവും. ഭഗവതി അനുഗ്രഹിക്കട്ടെ അല്ലേ. എന്താണ് ചോറ്റാനിക്കര ക്ഷേത്രത്തിന്റെ പ്രാധാന്യം? അതൊന്നും ഞാൻ പറഞ്ഞു കൂടുതൽ നീട്ടി നമുക്ക് അധികം സമയമില്ല. അപ്പോ നമുക്കറിയാം, മൂകാംബിക ദേവിയുടെ തന്നെ ഒരംശമാണ് ചോറ്റാനിക്കര അമ്മ. കാലത്ത് സരസ്വതീ ദേവിയായി വെള്ള വസ്ത്രത്തിലും ഉച്ചയ്ക്ക് ചുവന്ന വസ്ത്രത്തിൽ സരസ്വതി ലക്ഷ്മിയായിട്ടും, ചുവന്ന വസ്ത്രത്തിൽ ലക്ഷ്മിയായും വൈകുന്നേരം നീല വസ്ത്രത്തിൽ കാളി ഭഗവതിയായിട്ടും ഇരിക്കുന്ന അമ്മ ചോറ്റാനിക്കര മകം തൊഴാൻ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് സ്ത്രീജനങ്ങൾക്ക്, എല്ലാ പുരുഷന്മാരും തൊഴാൻ വരും, പക്ഷെ കൂടുതലും സ്ത്രീകളെയാണ് കണ്ടിരിക്കുന്നത്. പ്രസിദ്ധമായ ചോറ്റാനിക്കര മകം തൊഴൽ അമ്മയുടെ ആ കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് ആ കഥ ഞാൻ പറയാം. അതിനു മുമ്പ് നമുക്ക് ഗീതാമൃതം തുടങ്ങുന്നതിന് മുമ്പ് കഥ വേണോ, ഗീതാമൃതം കഴിഞ്ഞിട്ട് വേണോ? അല്ല, മകത്തിന്റെ പ്രത്യേകത ആയതുകൊണ്ട് മകത്തിന്റെ അന്ന് തന്നെ, ഇന്ന് 2 മണിക്കാണ് മകം തൊഴല്. 2 ഇപ്പൊ തന്നെ അവിടെ ആൾക്കാർ കൂടി നിറയെ ആയിട്ടുണ്ടാവും ഇന്ന്. അപ്പൊ ആ മകദേവിയുടെ ആ മകം പറഞ്ഞിട്ട് എന്താണ് ചോറ്റാനിക്കര മകത്തിന്റെ പ്രത്യേകത? വില്വമംഗലം സ്വാമിയാർ ഒരിക്കൽ ക്ഷേത്ര ദർശനത്തിന് എത്തിയപ്പോ, അന്ന് ഈ കിഴുക്കാവിലില്ല, കിഴുക്കാവിൽ നമ്മൾ മേൽക്കാവിലമ്മയും കിഴുക്കാവിലമ്മയല്ലേ, അദ്ദേഹം ആ ക്ഷേത്രക്കുളത്തിലേക്ക് പോയി കുളിച്ച് പ്രാർത്ഥിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന്റെ കാലിൽ എന്തോ തടഞ്ഞു നോക്കിയപ്പോ ഒരു വിഗ്രഹം. ഉടനെ തന്നെ അദ്ദേഹം വിഗ്രഹത്തിനെ എടുത്ത് മറ്റുള്ള ക്ഷേത്രത്തിലെ അമ്പലവാസികളെ വിളിച്ച് അതാണത്ര ഇന്നത്തെ കിഴുക്കാവിലമ്മ. അതിനുശേഷം അദ്ദേഹം അത് പ്രതിഷ്ഠിച്ച് തിരിഞ്ഞു നോക്കി കിഴക്ക് ഭാഗത്തേക്ക് നോക്കി ക്ഷേത്രക്കുളത്തിലേക്ക് നോക്കിയപ്പോ നാരായണ സമേതയായ മഹാലക്ഷ്മിയെ അദ്ദേഹത്തിന് ആ സമയത്ത് ദർശനം കൊടുത്തു അത്രേ. അത് ഉച്ച നേരത്തായിരുന്നു. ആ കുളത്തിൽ നിന്ന് വന്ന അദ്ദേഹത്തിന് മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. ആ ദർശന സൗഭാഗ്യത്തിൽ അതന്ന് കുംഭമാസത്തിലെ മകം നാളിൽ പൗർണമി ദിവസമായിരുന്നു. ആ ദർശന സൗഭാഗ്യം കിട്ടിയ അന്ന് ചോറ്റാനിക്കര മകത്തിന് പ്രത്യേകത. അപ്പൊ ഇന്നത്തെ ദിവസം തൊഴാൻ അവിടെ പോയി ഭാഗ്യം കിട്ടിയ എല്ലാ സജ്ജനങ്ങളുടെയും അനുഗ്രഹം എല്ലാവർക്കും ദേവി കൊടുക്കട്ടെ. നിങ്ങൾക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ചോറ്റാനിക്കരയ്ക്ക് പോവാൻ പറ്റാത്തവർക്കും ദേവിയുടെ മഹാത്മ്യം വായിച്ചോളൂ. വീട്ടിലിരുന്നുകൊണ്ട് എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ദേവി മഹാത്മ്യം പാരായണം ചെയ്യാം. അഷ്ടലക്ഷ്മി സ്തോത്രം ചൊല്ലാം, ലളിതാ സഹസ്രനാമം ചൊല്ലാം, കനകധാര സ്തോത്രം ചൊല്ലാം, പിന്നെ ശ്യാമള ദണ്ഡകം ചൊല്ലാം. എത്രയോ ദേവി സ്തോത്രങ്ങൾ നിങ്ങൾക്ക് ചൊല്ലാം. അപ്പൊ ഇന്ന് ചോറ്റാനിക്കര മകം അമ്മയുടെ അനുഗ്രഹത്തിനോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡില് 14 ശ്ലോകങ്ങളാണ് പറഞ്ഞിരുന്നത്. 3-ാമത്തെ അധ്യായമായ കർമ്മയോഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് പറയുന്നത്, ശ്രീകൃഷ്ണ ഉവാച തന്നെയാണ്. ഇനി എന്താണ് 15-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് നമുക്ക് നോക്കാം. കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. കഴിഞ്ഞ ഇതിൽ 14-ാമത്തെ ശ്ലോകത്തിൽ എന്ത് പറഞ്ഞിട്ട് ഭഗവാൻ നിർത്തിയിട്ടുണ്ടായിരുന്നത്? അർജുന, എല്ലാ ജീവജാലങ്ങളും ഉണ്ടാകുന്നത് അന്നത്തിൽ നിന്നാണ്. ഈ അന്നം എവിടെന്നാ ഉണ്ടാകുക? മഴയിൽ നിന്ന്. അന്നം ഉണ്ടാകുന്നത് മഴയിൽ നിന്ന്. മഴ ഉണ്ടാകുന്നത് യജ്ഞത്തിൽ നിന്ന്. യജ്ഞം നടത്തുമ്പോൾ മഴയുണ്ടാകും. യജ്ഞം കർമ്മത്തിൽ നിന്നും ഉണ്ടാകും. നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോഴല്ലേ ഇന്നത്തെ യജ്ഞം ചെയ്യാം നമുക്ക്. അല്ലെങ്കിൽ അമ്പലത്തിലേക്ക് പോവാം, ക്ഷേത്രത്തിൽ പോയി തൊഴാം. വൈകുന്നേരം നമ്മൾ മക്കള് എല്ലാവരും കൂടി 6:30 to 7 നമുക്ക് ഇരുന്ന് ഒരുമിച്ച് സന്ധ്യാനാമം ചൊല്ലാം. ഇതെല്ലാമാണ് നല്ല കർമ്മങ്ങൾ കേട്ടോ.
നിനക്ക് സംശയം വരെ എന്താ കർമ്മം യജ്ഞം എന്നൊന്നും ചിന്തിക്കേണ്ട. അങ്ങനെ നല്ല കർമ്മത്തിൽ നിന്ന് യജ്ഞം ഉണ്ടാക്കാൻ തോന്നും. ആ യജ്ഞത്തിൽ നിന്ന് എന്തുണ്ടാവും? മഴയുണ്ടാവും. മഴയിൽ നിന്ന് എന്തുണ്ടാവും? അന്നമുണ്ടാവും. ആ അന്നത്തിൽ നിന്ന് എല്ലാ ജീവജാലങ്ങളും ഉണ്ടാകും. മനസ്സിലായോ? 15-ാമത്തേൽ അദ്ദേഹം പറഞ്ഞത് കർമ്മ ബ്രഹ്മോദ്ഭവം വിധി എന്ന് പറഞ്ഞാൽ എന്താ? നിത്യം. അതായത് കർമ്മം അവിടെ നിന്ന് ഉണ്ടാവുക സൃഷ്ടികർത്താവായ ബ്രഹ്മാവിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അതാണ് കർമ്മ ബ്രഹ്മോദ്ഭവം വിധി ബ്രഹ്മാക്ഷര സമുദ്ഭവം. എന്താണ്? ബ്രഹ്മാവ് നാശരഹിതമായ ബ്രഹ്മത്തിൽ നിന്നുണ്ടായി. എന്താ ബ്രഹ്മം? ഞാൻ പറഞ്ഞു നിങ്ങളോട്, പ്രകൃതി, പരബ്രഹ്മം, ആദിപരാശക്തി. അതിൽ നിന്നാണ് ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ഒക്കെ ഉണ്ടായത്. ഈ പ്രകൃതിയാണ് ആദിപരാശക്തി. അപ്പൊ അതുകൊണ്ട് ആ ബ്രഹ്മത്തിൽ നിന്ന് ആരുണ്ടായി? ബ്രഹ്മാവുണ്ടായി. അപ്പൊ കർമ്മ ബ്രഹ്മോദ്ഭവം വിധി ബ്രഹ്മാക്ഷര സമുദ്ഭവം. ബ്രഹ്മാവ് ബ്രഹ്മത്തിൽ നിന്നുണ്ടായി. തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. എന്താണ്? ആയതിനാൽ സർവവ്യാപിയും നിത്യവുമായ ബ്രഹ്മം യജ്ഞരൂപമായ കർമ്മത്തിൽ നിലകൊള്ളുന്നു അർജുന എന്ന് 15-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അർജുനനോട് പറഞ്ഞു. കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. എല്ലാ കർമ്മവും സൃഷ്ടികർത്താവായ ബ്രഹ്മാവിൽ നിന്നാണ്. അപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നും, ബ്രഹ്മാവ് എവിടെ നിന്നുണ്ടായി? ബ്രഹ്മാവ് ബ്രഹ്മത്തിൽ നിന്നുണ്ടായി. ബ്രഹ്മം പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഈ പ്രകൃതി ആദിപരാശക്തിയിൽ നിന്ന്. ആ ഒരേ ഒരു ദൈവം. മറ്റു മതങ്ങളും എല്ലാ മതങ്ങളും പറയുന്നത് ഒരേക ദൈവം, അതിൽ നിന്ന് തന്നെയാണ് എല്ലാം ഉണ്ടായത്. അപ്പൊ പ്രകൃതിയാണ് നമുക്ക് പൂജിക്കാൻ പറ്റുള്ളൂ. ആദിപരാശക്തിയുടെ ശിഷ്ടഗണങ്ങളാണ് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരന്മാർ. അങ്ങനെ ബ്രഹ്മത്തിൽ നിന്ന് ബ്രഹ്മാവുണ്ടായി. അപ്പൊ സർവവ്യാപിയും നിത്യവുമായ ബ്രഹ്മം എങ്ങനെ വന്നു? യജ്ഞരൂപമായ കർമ്മത്തിലാണ് ഈ ബ്രഹ്മം നിലകൊള്ളുന്നത് അർജുന എന്ന് ഭഗവാൻ 15-ാമത്തെ ശ്ലോകത്തിൽ അർജുനനോട് പറഞ്ഞു. അർജുനൻ എന്താ? ഇരിപ്പ ഭഗവാനെ ഇപ്പൊ കേട്ടിട്ട്. 16-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ വീണ്ടും പറയാണ്, ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയദീഹയഃ അഖായുരിന്ദ്രിയാ രാമോ മോഖം പാർത്ഥ സജീവതി. എന്താ പറയുന്നത് അദ്ദേഹം? 16-ാമത്തെ ശ്ലോകത്തിൽ അർജുനനോട് ശ്രീകൃഷ്ണ ഭഗവാൻ വീണ്ടും പറയുന്നു, അല്ലയോ പാർത്ഥ, ഏവം പ്രവർത്തിതം ചക്രം, ഇപ്രകാരം പ്രവർത്തിക്കുന്ന ഈ യജ്ഞ കർമ്മ ചക്രത്തെ, യജ്ഞത്താൽ, നല്ല കർമ്മത്താൽ യജ്ഞമുണ്ടാകുന്നു, യജ്ഞത്താൽ മഴയുണ്ടാകുന്നു, മഴയാൽ അന്നമുണ്ടാകുന്നു, അന്നത്താൽ ജീവൻ ഉണ്ടാകുന്നു. ഈ സൃഷ്ടി, ഈ സൈക്കിൾ, ഈ പരിവൃത്തി നമ്മൾ പറയൂലോ, അത് ഏവം പ്രവർത്തിതം ചക്രം ജ്ഞാനുവർത്തയദീഹയാ, ഈ കർമ്മചക്രത്തെ, ഈ യജ്ഞ കർമ്മചക്രത്തെ യാതൊരാൾ പിന്തുടരുന്നില്ലയോ, അതാണ് ജ്ഞാനുവർത്തയദീഹയഃ അഖായുരിന്ദ്രിയാ രാമോ മോഖം പാർത്ഥ സജീവതി. ആരാണോ ഈ യജ്ഞ കർമ്മചക്രത്തെ പിന്തുടരാതിരിക്കുന്നവൻ, ഇന്ദ്രിയ വിഷയങ്ങളിൽ മുഴുകുന്നവനും, യജ്ഞത്തെ പിന്തുടരാതിരിക്കുക പറഞ്ഞാൽ അവർക്ക് ഇന്ദ്രിയ വിഷയങ്ങളോട് താല്പര്യമായിരിക്കും. അപ്പൊ ഇന്ദ്രിയ വിഷയങ്ങളിൽ മുഴുകുന്നവരുമായ അവർ ജീവിതം വ്യർത്ഥമാക്കുന്നു. അതാണ് അഖായുരിന്ദ്രിയാരാമോ മോഖം. വ്യർത്ഥമാണ് അവർക്ക് ജീവിതം. പാർത്ഥ, ജീവിതം വ്യർത്ഥമാണ് എന്നാണ് 16-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ കർമ്മം, നല്ല കർമ്മം യജ്ഞത്തിൽ കൂടെ നമുക്ക് ചെയ്ത് എടുത്ത് വന്നു കഴിഞ്ഞാല് നമുക്ക് സമൂഹത്തിലേക്ക് നന്മ ചെയ്യാമെന്ന് ഭഗവാൻ ഇന്റേണൽ, അതായത് ഇന്ററാക്ട് ആയിട്ട് ഭഗവാൻ പറഞ്ഞു കൊടുക്കാണ്. എന്താ കാരണം അങ്ങനെ പറയാൻ? ഇന്ദ്രിയ വിഷയങ്ങളിൽ മുഴുകരുത്. അപ്പം അർജുനനുണ്ടായത് ഇന്ദ്രിയ വിഷയം തന്നെയല്ലേ. എന്താ കാരണം? കണ്ണുകൊണ്ട് കണ്ടപ്പോഴല്ലേ. അവിടെ അയ്യോ എൻ്റെ ഗുരുക്കന്മാര്, എൻ്റെ ബന്ധുജനങ്ങൾ അല്ലെ, ചെവി കൊണ്ട് കേട്ടൂലോ ശംഖധ്വനി, അയ്യോ ഞാൻ ഇവരെയല്ലേ കൊല്ലേണ്ടത്, അതിലേക്ക് മുഴുകി പോയില്ലേ. അപ്പൊ ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് പോവാതെ നീയേ യജ്ഞം ചെയ്യേ. നിന്റെ യജ്ഞം എന്താണ്? യുദ്ധം ചെയ്യേ. ആ യുദ്ധം നീ എങ്ങനെ ചെയ്യണം? ഭഗവാൻമാരിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക. അതാണ് ഇതിന്റെ അർത്ഥം. അത്രയേ ഉള്ളൂ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ ലളിതമായ രീതിയിലാണ് ഗീതാമൃതം പറയുന്നത് എന്ന് എല്ലാവരുടെയും അഭിപ്രായം കേട്ട് സന്തോഷം. പോസിറ്റീവും നെഗറ്റീവും നിങ്ങൾ പറയണം. എന്തെങ്കിലും എല്ലാം പോസിറ്റീവ് ആയിക്കൊള്ളണമെന്നൊന്നുമില്ലല്ലോ. നമ്മളിപ്പോൾ എല്ലാം തികഞ്ഞവരൊന്നുമില്ല. എനിക്ക് ഇനി എത്രയോ പഠിക്കാൻ കിടക്കുന്നുണ്ട്. ഞാൻ ഒരു അറിവില്ലാന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ.
എനിക്ക് ഒരു അറിവില്ല. ഉള്ള അറിവ് വെച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു. ഭഗവാനെ ഇനി എന്തൊക്കെ പഠിക്കാൻ കിടക്കണോ, ഭാഗവതമൊക്കെ അങ്ങോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാല് കടലിന്റെ അറ്റത്ത് കിടക്കുന്ന മണൽത്തരി, ഒരു മണൽത്തരി പോലും ഞാൻ ആയിട്ടില്ല എന്നേ പറയാം. അത്രയും ഭാഗവതമൊക്കെ വായിച്ചാല് നമുക്ക് ഈ പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങൾ നമ്മൾ അങ്ങനെ ആഴത്തിൽ അങ്ങനെ ഇരുന്നു പോകും. നിങ്ങളത് നോക്കിക്കോളൂ, നിങ്ങളെ വായനാശീലം വളർത്തിക്കോളൂ. അപ്പൊ നമുക്കറിയാം. കഥാരൂപത്തിൽ ഇപ്പൊ ഭാഗവതം വരുന്നുണ്ട്, ഗദ്യരൂപത്തിൽ. ആ കഥകളൊന്ന് വായിച്ചു നോക്കൂ. അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ, ഞങ്ങളൊക്കെ പണ്ട് പഠിക്കുന്ന കാലത്ത് ചിത്രകഥാരൂപത്തില് പൂമ്പാറ്റ അമർ ചിത്രകഥ, ബാലരമ അമർ ചിത്രകഥ, ആ സമയത്തൊക്കെ ഈ മൊബൈലുകളൊന്നും വരാത്ത സമയം, TV അങ്ങനെ ഇല്ലാത്ത സമയത്ത് ഞങ്ങൾക്കൊക്കെ വായനാശീലം ഉണ്ടായിരുന്നു. ഈ പൂമ്പാറ്റ അമർ ചിത്രകഥയൊക്കെ വരാൻ വേണ്ടി കാത്തിരിക്കും ഞങ്ങൾ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു 5 മിനിറ്റ് പോലും വേണ്ടല്ലോ കഥ അങ്ങോട്ട് വായിച്ചു കഴിയാൻ. അങ്ങനെ കുറേ ചിത്രരൂപത്തിൽ വരുന്നു. അപ്പൊ ചിത്രവും കഥയും കൂടി വായിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് അങ്ങനെ കുറേ പുരാണ കഥകൾ അന്ന് മുതലേ അറിയായിരുന്നു കേട്ടോ. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ച നമ്മളൊക്കെ ഭാഗ്യവാന്മാരെന്ന് ഞാൻ പറയും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് വായനാശീലം കുറവാ. എന്താ കാരണം? മൊബൈലല്ലേ. വായനാശീലം വളർത്തിയെടുക്കൂ, നാമജപം കൊടുക്കൂ. അപ്പോഴാണ് നമുക്ക് ഈ ഭാഗവതത്തിലെ കഥകളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കൂ. അപ്പൊ അവരെ ഭാഗവതം പതുക്കെ വായിച്ചു തുടങ്ങും. അങ്ങനെ നിങ്ങൾ നല്ലൊരു ജനതയെ വാർത്തെടുത്തോളൂ. നിങ്ങളുടെ കുടുംബത്തിലെ കുട്ടികളെ നേരാക്കിക്കോളൂ. അല്ലെങ്കിൽ കുട്ടികൾ വഴിതെറ്റി പോകും. നിങ്ങളുടെ ശ്രദ്ധയില്ലായ്മ തന്നെയാണ്. ഭഗവാനിലേക്ക് അടുപ്പിച്ചോളൂ, ഭഗവാൻ അവരെ സംരക്ഷിക്കും. അതിന് യാതൊരു സംശയമില്ല, ഉറപ്പായ കാര്യം ഞാൻ പറയാം. അപ്പോ 17ാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം എന്താ പറയുന്നത് നോക്കൂട്ടോ. യസ്ത്വാത്മരമതിരേവ സ്യാത് ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യതേ. എന്താ പറയുന്നത്? പാർത്ഥ, നീ ഇന്ദ്രിയ സുഖം, ഏതൊരുവനാണോ ഇന്ദ്രിയ സുഖങ്ങളിൽ ലയിച്ച് യജ്ഞകർമ്മ ചക്രത്തെ മനസ്സിലാക്കാതെ ആ പിന്തുടരാതിരിക്കുന്നവൻ അവൻ താപരൂപമായ മനസ്സോടു കൂടിയവനായി ജീവിതത്തെ വ്യർത്ഥമാക്കുമെന്ന് 16ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. 17ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയാണ്, യസ്ത്വാത്മരതിരേവ, ആത്മാവിൽ രതിയുള്ളവനും. എന്താ രതി? നിങ്ങൾ വിചാരിക്കുന്ന രീതിയല്ല. രതിക്ക് പല അർത്ഥങ്ങളുണ്ട്. ഇഷ്ടം എന്നുള്ള ഒരു അർത്ഥമുണ്ട്. അപ്പോ ആത്മാവിൽ രതിയുള്ളവനും, അതാണ് യസ്ത്വാത്മ രതിരേവ സ്യാത് ആത്മതൃപ്തശ്ച മാനവഃ. എന്താണ്? ആത്മാവിൽ തന്നെ തൃപ്തനും ആത്മന്യേവ ച സന്തുഷ്ടഃ, ആത്മസന്തുഷ്ടനുമായ ഒരാൾക്ക് ചെയ്യേണ്ടതായി ഒന്നുമില്ല. എന്താ അതിന്റെ അർത്ഥം? എന്താ ഇത് പറയണത്? നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ ഭഗവത്ഗീത കട്ടിയാണ്, അപ്പൊ ഒന്നും മനസ്സിലാവണില്ല. മനസ്സിലാക്കാനൊന്നുമില്ല, നിസ്സാരം, സിമ്പിളായിട്ടാ പറഞ്ഞു തരുന്നത്. ഭഗവത്ഗീത നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഭഗവത്ഗീതയുടെ ഒരു ശ്ലോകത്തിൽ ഒരു വരി എടുത്ത ഒരു ദിവസം വ്യാഖ്യാനിക്കാനുള്ളത്. അത്രയും മാത്രം അഗാധ പാണ്ഡിത്യം വരുന്ന, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഗീത എത്ര സിമ്പിളായി, വളരെ നിസ്സാരമായിട്ടാ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോ എന്താ പറയുന്നറിയോ? ആത്മാവിൽ രതിയുള്ളവനും യസ്ത്വാത്മരതിരേവ സ്യാത് ആത്മതൃപ്തശ്ച മാനവഃ, ആത്മാവിൽ തന്നെ തൃപ്തനും ആത്മന്യേവ ച സന്തുഷ്ടഃ, ആത്മസന്തുഷ്ടനുമായ ഒരാൾക്ക് തസ്യ കാര്യം ന വിദ്യതേ, അയാൾക്ക് പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിനർത്ഥം എന്താ അറിയോ? നമ്മുടെ കർമ്മങ്ങൾ ചെയ്ത്, കർമ്മം ചെയ്യാതെ ആത്മാവിൽ സന്തുഷ്ടിച്ചിട്ട് കാര്യമില്ല. നമുക്ക് വേണ്ടതായ ശരിയായ കർമ്മം ചെയ്ത് ആത്മാവിനെയും ഇന്ദ്രിയങ്ങളെയും പിടിച്ചടക്കി സ്വധർമ്മം പരിശീലിക്കുന്ന കൊണ്ടു നടക്കുന്ന ഒരാൾക്ക് ഒന്നും ചെയ്യേണ്ടതില്ല എന്നാണ് 17ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ അർജുനനോട് പറഞ്ഞത്. 18ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ വീണ്ടും പറയാണ്, നൈവ തസ്യ കൃതേനാർത്തോ നാ കൃതേനേഹ കശ്ചന ന ചാസ്യ സർവഭൂതേഷു കശ്ചിദർത്തവ്യപാശ്രയഃ എന്ന 18ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്, ഇതൊക്കെ വേണമെങ്കിൽ അർജുന അവൻ എങ്ങനെയുള്ളവനായിരിക്കണം? നൈവ തസ്യ കൃതാനാർത്ഥോ നാ കൃതേനേഹ കശ്ചന, അവൻ സ്ഥിതപ്രജ്ഞന്, കർമ്മമനുഷ്ഠിച്ച് നേടേണ്ടതായ ഒന്നും തന്നെയില്ല. കാരണം എന്താണ്? അനുഷ്ഠിക്കാതിരുന്നത് കൊണ്ട് നഷ്ടപ്പെടാനോ ഒന്നുമില്ല. അനുഷ്ഠിച്ചില്ല. സ്ഥിതപ്രജ്ഞനായിരുന്നാൽ ഇത് രണ്ടിന്റെ ആവശ്യമില്ല. അവൻ ഒരു ജീവിയെയും ഒരു കാര്യത്തിനു വേണ്ടിയും ആശ്രയിക്കേണ്ടതില്ല അർജുന എന്നാണ് ഈ 18ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. നൈവ തസ്യ കൃതേനാർത്ഥോ ന കൃതേനേഹ കശ്ചന ന ജാസ്യ സർവഭൂതേഷു കശ്ചിദർത്തവ്യപാശ്രയഃ. സ്ഥിതപ്രജ്ഞൻ.
മറ്റുള്ള അനാവശ്യ ചിന്തകളിലേക്കും അനാവശ്യ കാഴ്ചകളിലേക്കും പോകാതെ സ്വധർമ്മം അനുഷ്ഠിച്ച് സ്വകർമ്മത്തിലിരിക്കുന്ന അവന് കർമ്മം അനുഷ്ഠിച്ചിട്ട് അവനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. തന്നെത്താനായിട്ട് അവനെല്ലാം വന്നുകൊള്ളും. അതുപോലെ തന്നെ അവന് യജ്ഞം, അതായത് അനുഷ്ഠിക്കാതിരിക്കുന്നവനും നഷ്ടപ്പെടാൻ അവൻ അങ്ങനെയാണ്. സിദ്ധപ്രജ്ഞൻ അതിനെപ്പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല. അവന് ഒരു ജീവിയെയും ഒരു കാര്യത്തിന് വേണ്ടിയും ആശ്രയിക്കേണ്ടതില്ല അർജുന. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടോളൂ അർജുന, നീ ഇങ്ങനെ ഇരിക്കരുത്. നിന്റെ കർമ്മം നീ ചെയ്യണം. കർമ്മയോഗത്തിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കർമ്മയോഗത്തിൽ 19ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ പറഞ്ഞു, തസ്മാദം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പുരുഷഃ. എന്താ പറയുന്നത്? തസ്മാദ സ്വക്ത സതതം. അതുകൊണ്ട് ആസക്തി കൂടാതെ ചെയ്യേണ്ട കർമ്മം നീ അനുഷ്ഠിക്കുക അർജുന. നിന്റെ കർമ്മം ഇപ്പോൾ ധൈര്യവാനായി നിന്ന് നേർക്കുനേർ നിന്ന് യുദ്ധം ചെയ്യുക. തസ്മാദ സക്ത സതതം കാര്യം കർമ്മ സമാചര. നീ കർമ്മം അനുഷ്ഠിച്ചോളൂ. കാരണം ഞാൻ പറഞ്ഞുതരാം. അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പുരുഷ. കാരണം അനാസക്തനായി ഒന്നിലും ആസക്തിയില്ലാതെ കർമ്മം ചെയ്യുന്ന അനുഷ്ഠിക്കുന്ന പുരുഷൻ പരമമായ പദത്തെ പ്രാപിക്കുന്നു. അപ്പൊ നിനക്ക് ഇപ്പൊ ചെയ്യേണ്ടത് യുദ്ധം ചെയ്യുക എന്നുള്ള അപരമമായ അകർമ്മം നീ ആസക്തി കൂടാതെ അനുഷ്ഠിച്ചോളൂ അർജുന. അപ്പൊ നീ എന്തുണ്ടാവും? പരമമായ പദത്തെ നീ പ്രാപിക്കും. അർജുനനോട് മാത്രമുള്ള ഉപദേശമല്ല, നമുക്കും കൂടിയുള്ള ഉപദേശമാണ്. അപ്പൊ നമുക്ക് ഇന്ന് നമ്മളിപ്പോ 17, 18, 10 ഒരെണ്ണം കൂടി 4 ശ്ലോകം വെച്ച് നമുക്ക് പറയാം അല്ലെ? അതാണ് നല്ലത് അല്ലെ? അപ്പൊ 20ാമത്തെ ശ്ലോകത്തോടു കൂടി നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്താം. ഇന്ന് ചോറ്റാനിക്കര മകം ഭഗവതിയുടെ അനുഗ്രഹം അമ്മേ, ആ മതത്തിന്റെ എല്ലാ പുണ്യങ്ങളോടും കൂടി ഞാൻ 20ാമത്തെ ശ്ലോകം പറയാണ്. ദേവിയുടെ അനുഗ്രഹവും നമുക്ക് വേണം, ആദിപരാശക്തി നമുക്ക് എല്ലാത്തിനും വേണം. അപ്പൊ ആ 20ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു, കർമ്മണൈവ ഹി സംസിദ്ധം ആസ്ഥിതാ ജനകാദയഃ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. അദ്ദേഹം പറഞ്ഞു കൊടുത്തു, അർജുന നീ കർമ്മം അനുഷ്ഠിച്ചോളൂ. അങ്ങനെ പരമമായി അനാസക്തനായി കർമ്മം അനുഷ്ഠിക്കുന്ന പുരുഷൻ പരമമായ പദത്തെ പ്രാപിക്കുമെന്ന് 19ാമത്തേൽ പറഞ്ഞപ്പോ 20ാമത്തേൽ അദ്ദേഹം പറഞ്ഞു, കർമ്മണൈവ ഹി സംസിദ്ധി ആസ്ഥിതോ ജനകാദയ. ജനകൻ തുടങ്ങിയ രാജർഷിമാർ കർമ്മയോഗത്തിലൂടെ തന്നെയാണ് പരമപദവി പ്രാപിച്ചത്. എന്താ പറയുന്നത്? കർമ്മണൈവ ഹി സംസിദ്ധി ആസ്ഥിത ജനകാദയ ലോക സംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. അതുകൊണ്ടാണ് ലോക നന്മയെ നോക്കിയിട്ടെങ്കിലും നീ കർമ്മം അനുഷ്ഠിക്കൂ അർജുന എന്ന് അദ്ദേഹം 20ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. കർമ്മണൈവ ഹി സംസിദ്ധി ആസ്ഥിത ജനകാദയ. ജനകൻ ആരാണ്? അറിയാലോ, സീതാദേവിയിലെ ജനക മഹാരാജാവ്. തുടങ്ങിയ രാജർഷിമാർ. അദ്ദേഹം രാജാവുമായിരുന്നു ഋഷിയുമായിരുന്നു ഒരേ സമയം. ആ രാജർഷിമാർ എന്താ ചെയ്തിരുന്നത്? അവര് കർമ്മയോഗത്തിലൂടെ തന്നെയാണ് പരമപദവി പ്രാപിച്ചത്. അതുകൊണ്ട് അർജുന ലോക സംഗ്രഹമേ വാബി, ലോക നന്മയെ നോക്കിയിട്ടെങ്കിലും സാംപശ്യൻ കർത്തുമർഹസി, നീ കർമ്മം അനുഷ്ഠിക്കൂ. അപ്പൊ ഇതിന് ഞാനൊരു കൺക്ലൂഷൻ പറയാ. കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരും ഈശ്വരനല്ലോ. ഈശ്വര ചിന്തയിതൊന്നേ മനുജനു ശാശ്വതമേയുലകിൽ. സിനിമ പാട്ടാണെങ്കിലും അതിന്റെ അർത്ഥം നോക്കൂ. മനുഷ്യജന്മം കിട്ടിയാൽ ഈ ശാശ്വതമായ ഈ ഉലകത്തിൽ ഈശ്വര ചിന്ത മാത്രമേ ശാശ്വതമായുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ശുഭദിനം.